മദ്രസാധ്യാപനം അത് വളരെ അത്യന്താപേക്ഷികമായ ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിലുള്ള നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായി രക്ഷിതാക്കൾ മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഇന്നൊരു വീടിന്റെ അകത്തട്ടിൽ നിന്ന് ഒരു കുട്ടി മദ്രസയിലേക്ക് വരുന്നത് തന്നെ ഉസ്താദിന്റെ മുഖത്ത് നോക്കാനോ പാഠപുസ്തകങ്ങളിലേക്ക് നോക്കാനോ അല്ല, മറിച്ച് നേരെ വന്നിട്ട് അവൻ ടൈം പീസിലേക്ക് നോക്കുക, എത്ര മണിയായി, വണ്ടി വരാറായോ. ഈ രണ്ട് കാര്യം. ഉമ്മ അവനെ കുത്തിപ്പൊക്കി പല്ലൊക്കെ തേച്ച് വിടുന്നൊരു സമയമുണ്ട്. മദ്രസയിൽ എത്തുമ്പോ 7 മണി, ഉസ്താദ് ക്ലാസ് എടുക്കാൻ ആരംഭിക്കും. 7:30 വണ്ടി വരും. 10 മിനിറ്റ് മദ്രസയിരുന്നു. ഈ കുട്ടി പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിയെ പറ്റിയിട്ട് ഉസ്താദുമാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്റെ കുട്ടിക്ക് നിസ്കരിക്കാൻ അറിയില്ല, എന്റെ കുട്ടിക്ക് വജ്ജഹത്ത് അറിയില്ല, എന്റെ കുട്ടിക്ക് ഫാത്തിഹ അറിയില്ല എന്ന് പറഞ്ഞ് ഉസ്താദുമാരെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും അവിടെ നിന്ന് കഴിയില്ല. ഇനി ഒരുപക്ഷെ നമ്മുടെ മദ്രസയിലെ നമ്മുടെ കുരുന്നുമക്കൾ നല്ലതുപോലെ അവര് പഠിച്ച് നല്ലതുപോലെ മുന്നോട്ട് കടന്നു വരുമ്പോൾ വീട്ടിലുള്ള ഉമ്മമാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മോനെ അതൊന്ന് വായിക്കടാ എന്ന് പറഞ്ഞ് വായിപ്പിക്കേണ്ടുന്ന ചുമതല ഉമ്മക്കാണ്. അപ്പൊ നിങ്ങൾ പറയും, ബാപ്പക്ക് ഉത്തരവാദിത്തമില്ലേ? ബാപ്പക്ക് ഉത്തരവാദിത്തമുണ്ട്. ഉമ്മയാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ മദ്രസ. ഉമ്മയാണ് മക്കളെ വീടിന്റെ അകത്തട്ടിൽ ആ മക്കള് വന്നാൽ ആ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്യിപ്പിക്കേണ്ടുന്ന ബാധ്യത ഉമ്മക്കാണ്. ചില ഉമ്മമാര് ചോദിക്കും, ബാപ്പക്കെന്ത് ഉത്തരവാദിത്തമില്ലേ? ഇസ്ലാമിന്റെ നിയമപ്രകാരം ഒരു വീട്ടിന്റെ അകത്തട്ടിലെ ഗൃഹനാഥൻ അദ്ദേഹം പല പല ജോലികൾക്ക് പോകുന്നവരാണ്. അദ്ദേഹം വീടിന്റെ അകത്തട്ടിൽ ഇരുന്നാൽ അവിടെ പട്ടിണിയാകും, അവിടെ സങ്കടമാകും, അവിടെ വേദനയാകും. അവരുടെ കാര്യങ്ങൾ നടക്കണം, ഭാര്യയുടെ കാര്യം നടക്കണം, മക്കളുടെ കാര്യം നടക്കണം. അതിന് വീട്ടിലുള്ള ആണുങ്ങൾ പോയേ പറ്റുള്ളൂ. അപ്പോ ആ ഒരു വഴിയിലൂടെ പോകുമ്പോ വീട്ടിന്റെ ഉള്ളിലുള്ള ഉമ്മമാരാകുന്ന നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ അരികത്ത് വിളിച്ചിരുത്തിയിട്ട് ഓതടാ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഓതിപ്പിക്കല്. ഉമ്മ നിസ്കരിക്കുമ്പോ ഉമ്മയോടൊപ്പം ആ മക്കളെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഉമ്മ നിസ്കരിക്കുന്ന കൂട്ടത്തിൽ നിസ്കരിപ്പിച്ചാൽ ആ മക്കൾ അതുപോലെ കണ്ടുപഠിച്ചുകൊണ്ട് കടന്നു വരും. ചില ഉമ്മമാര് പറയും, പാപ്പ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അത് കാര്യം മനസ്സിലാക്കാതെ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാതെ ചിന്തിക്കുന്ന ചില ആളുകളാണ്. ഉമ്മയാണ് വീടിന്റെ അകത്തട്ടിലുള്ള മക്കളെ പൊന്നുപോലെ പഠിപ്പിച്ച് വലുതാക്കി ആ പ്രിയപ്പെട്ട മക്കളുടെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഉമ്മയാണ്. കാരണം അവരും മക്കളുമായി എപ്പോഴും ഇടവഴി കൊണ്ടുപോകുന്നവരാണ്, എപ്പോഴും അവർ ഒരേ വീട്ടിൽ കാണുന്നവരാണ്, ഉമ്മാന്റെ അരികത്ത് എപ്പോഴും മക്കളെ കിട്ടുന്നവരാണ്. അതുകൊണ്ട് ആ ഉമ്മയാണ് മക്കളുടെ ആദ്യത്തെ മദ്രസ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വന്നാൽ ഉമ്മയുടെ മടിത്തട്ടാണ് ആദ്യത്തെ മദ്രസ. അവിടെ മുതൽ ഓരോന്ന് പഠിപ്പിക്കേണ്ടുന്ന ബാധ്യത ഒരു ഉമ്മയാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ഇല്ലേ? ചില ഉമ്മമാര്, ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല, ചില ഉമ്മമാര് പറയും, ഉസ്താദിന്റെ കുഴപ്പം കൊണ്ടാ മോൻ വജ്ജത്ത് പഠിക്കാത്തത്. ഉസ്താദിന് എന്ത് കുഴപ്പമാണ്? 10ഉം 100ഉം അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 20 30 കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഈ 1 മണിക്കൂർ സമയം പോലും ഇല്ല. ഈ മദ്രസയിൽ പ്രിയപ്പെട്ട മക്കൾ അത് പഠിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇത്രയും മക്കളെയും ചോദിച്ചു കഴിയുമ്പോൾ മദ്രസക്ക് പിന്നെ മദ്രസ വിടാനുള്ള സമയമായി. ഒരുമിച്ച് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് വീട്ടിലേക്ക് ആ മക്കൾ വരുമ്പോ ആ മക്കളോട് പറഞ്ഞു കൊടുക്കാനും ആ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുമുള്ള ബാധ്യത ഉമ്മമാരാകുന്ന നിങ്ങൾക്കുണ്ട്. ഉമ്മമാരാകുന്ന നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ അച്ചടക്കത്തോടെ പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ മരിച്ചു കഴിയുമ്പോ നിങ്ങൾക്കൊരു ഫാത്തിഹ ഓതാൻ ഈ മകൻ ഉണ്ടാകില്ല, ഒരു ഫാത്തിഹ ഓതാൻ ഈ മകൾ ഉണ്ടാകില്ല. മദ്രസകളിൽ 5ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ പഠിത്തം നിർത്തി. മദ്രസയിൽ 5ാം ക്ലാസ് എത്തിയാൽ പെൺകുട്ടികളുടെ പഠിത്തം നിർത്തി. ചോദിക്കുമ്പോ പറയും, ഉസ്താദെ വലിയ കുട്ടിയായില്ലേ, ഉസ്താദെ വലിയ കുട്ടിയായില്ലേ? സ്കൂളിൽ 8ലും 9ലും 10ലും +1നും +2നും ബിടെക്കിനും ബികോമിനും MBBSനൊക്കെ പഠിപ്പിക്കാൻ അപ്പോഴൊന്നും കുട്ടി വലുതായിട്ടില്ല. മദ്രസയിൽ 5ാം ക്ലാസ് ആകുമ്പോൾ മാത്രം കുട്ടി വലുതായി. ഇതെവിടത്തെ ന്യായാണ്? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ പറയുന്നൊരു വാക്കല്ലേ? ഇനി എങ്ങനാ ഇനിയിപ്പോ മദ്രസയിൽ വിടാൻ? വലിയ കുട്ടിയായില്ലേ? വീട്ടിന്റെ തൊട്ടടുത്തുള്ള മദ്രസയിൽ വിടാൻ വലിയ കുട്ടി, കിലോമീറ്ററുകളോളം താണ്ടിയിട്ട് സ്കൂളുകളിലും കോളേജുകളിലും വിടാൻ വേണ്ടിയിട്ട് ആ കുട്ടി വലുതായിട്ടില്ല, കൊച്ചുകുട്ടി. ഞാൻ ഇതെന്റെ കാര്യം പറയല്ല. ഇന്ന് ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നതാണ്. ആരെയും കുറ്റപ്പെടുത്തുവാനും ആക്ഷേപിക്കാനും ഒന്നുമല്ല.
ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നമുക്ക് തരുന്നത് നാളെ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ പടച്ചവന്റെ കോടതിയിൽ ആ മക്കൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയാനാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്നത് ഉമ്മയാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്നത് ഉമ്മയാണ്. ആ പ്രിയപ്പെട്ട ഉമ്മ അതിനെ നല്ലതുപോലെ ചെയ്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കുളിയെ സംബന്ധിച്ചിടത്തോളം ഓരോന്നിനും ഓരോ രീതിയിൽ ഓരോ സമയത്താണ്. മോളെ അത് ഇന്നതുപോലെയാണ്, ഏതു ഭാഗത്തുനിന്ന് വെള്ളമൊഴിക്കണം, ഉസ്താദുമാര് മദ്രസയിൽ പഠിപ്പിച്ചുവിടും, ഇന്ന ഭാഗത്തുനിന്ന് വെള്ളമൊഴിക്കണം, അങ്ങനെ ഉള്ള സമയത്തിൽ അശുദ്ധിയായ സമയത്ത് എന്തൊക്കെ ചെയ്യണം, മദ്രസയിലെ കായികയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കും. അതിനെ പ്രാക്ടിക്കലാക്കേണ്ടുന്നത് വീട്ടിന്റെ ഉള്ളിലുള്ള ഉമ്മമാരാണ്. വീട്ടിന്റെ ഉള്ളിലുള്ള ഉമ്മമാരാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ലതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരിക. നല്ലതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ മക്കൾ നാളെ ഈ മക്കൾ പറയും, റബ്ബനാ അരിനല്ലദൈനി അവല്ലാനാ, അല്ലാഹുവേ ഞങ്ങളെ പിഴപ്പിച്ചത് ഞങ്ങളുടെ ഉമ്മയാണ്, ഞങ്ങളുടെ ബാപ്പയാണ്. സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിൽ ഇങ്ങനെ പോകാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോ മക്കള് പറയുന്നു, ഉമ്മക്ക് നിസ്കാരമുണ്ട്, ബാപ്പക്ക് നിസ്കാരമുണ്ട്, ഉമ്മ സ്വതക്ക ചെയ്തിട്ടുണ്ട്, ഉമ്മാക്കുള്ള കുളിയെപ്പറ്റി ഉമ്മക്കറിയാം. പക്ഷെ ഈ കുട്ടിക്ക് ഇന്ന് വരെ, ഈ പെൺകുട്ടിക്ക് അതിന്റെ കുളിയെപ്പറ്റി പോലും അറിഞ്ഞിട്ടില്ലെങ്കിൽ പെങ്ങളെ അതിന്റെ ഉത്തരവാദി നിങ്ങളാണ്. അപ്പൊ പറയും, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ ഉത്തരവാദിയല്ലേ? അത്രയും കുട്ടികൾ നമ്മുടെ മലപ്പുറം ജില്ലകളിൽ, അതുപോലെ നമ്മുടെ കോഴിക്കോട് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ മദ്രസകളിൽ ഒരു ക്ലാസ്സിൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന അത്രയും മക്കളുണ്ട്. നമ്മുടെ തെക്കൻ മേഖലയിലാണ് അല്പമെങ്കിലും കുറവുള്ളത്. വടക്കോട്ടൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാരവിടെയുണ്ട്. വടക്കോട്ടൊക്കെ ഒരു ക്ലാസ്സിൽ തന്നെ എത്ര കുട്ടികളുണ്ട്? ഒരുപാട് കുട്ടികളുണ്ട്. സ്കൂള് പോലെ 2-3 നിലയുള്ള മദ്രസകളുണ്ട്. അത്രയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. എനിക്ക് തന്നെ അറിയാം, പല സ്ഥലങ്ങളിലേക്ക് വാതിന് പോകുമ്പോഴും കാണാറുണ്ട്, സ്കൂൾ വിട്ടു പോകും പോലെ അല്ലെ, മക്കൾ ഇങ്ങനെ പോവുകയാണ്. ഇത്രയും മക്കളോട് ഒരു ഉസ്താദിന് ഒരു ക്ലാസ്സിൽ വെച്ച് എത്ര സംസാരിക്കാൻ പറ്റും? ആ ഉസ്താദ് പഠിപ്പിച്ചു വിടുന്നത് വീട്ടിൽ വരുമ്പോ ഒരൊറ്റ വെട്ടമെങ്കിലും നിങ്ങൾ പറയണം, ഉമ്മമാര് പറയണം, മക്കളെ ഒന്ന് വായിച്ചു നോക്ക്. സ്കൂളിന്റെ കാര്യം പറയുമ്പോ അത് ഭയങ്കര സന്തോഷാണ്. സ്കൂളിൽ ജയിച്ചോ? അൽഹംദുലില്ലാ, സന്തോഷായി. മദ്രസയിൽ ജയിച്ചോ? ഒരു കൊല്ലം തോറ്റുപോയി, അത് വിഷയമൊന്നുമില്ല, മദ്രസയല്ലേ, കുഴപ്പമില്ല. സ്കൂളിലാണെങ്കിൽ നാണക്കേടാ. പക്ഷേ നാളെ ഇവിടെ നമ്മൾ നാണം കെട്ടാലും, ഒരുപക്ഷെ നാളെ നമ്മൾ നാണം കെടായിരിക്കുകയാണ്. ഇവിടെ ആരും നമ്മളെ കളിയാക്കാനില്ല. മദ്രസയിൽ മക്കൾ തോറ്റെന്ന് പറഞ്ഞ ആരും നമ്മളെ കുറ്റപ്പെടുത്താനില്ല. പക്ഷേ നാളെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ മഹ്ശറ എന്ന് പറയുന്ന വൻസഭയിൽ നിൽക്കുമ്പോൾ അല്ലാഹുവേ, ഈ മക്കൾ അവിടെ വെച്ചുകൊണ്ട് പറയുന്നു, റബ്ബേ ഞങ്ങളെ പിഴപ്പിച്ച ഉമ്മയുണ്ടല്ലോ, ഞങ്ങളെ പിഴപ്പിച്ച ഉമ്മയുണ്ടല്ലോ, അതുകൊണ്ട് റബ്ബേ എന്റെ കുളിയറിയില്ല, ആ കുളിയറിയാതെ എത്രയോ വക്കത്തുകൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് പടച്ചവനെ. യാ അല്ലാഹുവേ, നമ്മുടെ പൊന്നു മക്കളാണ് പറയുന്നത്, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ എന്റെ കുളി ശരിയാകാത്തത് കൊണ്ട് എന്റെ നിസ്കാരം ശരിയായിട്ടില്ല. എന്റെ ഉമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ ഉമ്മാനെ ഒന്ന് കിടത്തി തരുമോ? ഞാനൊന്ന് കയറിയൊന്നവരുടെ നെഞ്ചത്ത് ചവിട്ടട്ടെ റബ്ബേ. ഖുർആൻ. ഈ മക്കൾ പറയാ, റബ്ബേ, ഇവിടെ മക്കളെന്ന് പറഞ്ഞാൽ ജീവനാണ്. സമ്പത്തിന്റെ ഭൂരിഭാഗവും മക്കൾക്കൊന്ന് കൊടുക്കാൻ വലിയ ഇഷ്ടമാണ് ഉമ്മക്കും ബാപ്പക്കും. അവരെല്ലാ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാണ് ജീവൻ. എത്ര ഇന്നിപ്പോ ലക്ഷങ്ങൾ കൊടുത്തിട്ട് മക്കളെ പഠിപ്പിക്കാൻ, ഇവിടെ ഞങ്ങളിപ്പോ 1 ലക്ഷവും കൊടുക്കണ്ട. ഈ ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചാലും മക്കൾ ഭൗതികമായ വിദ്യാഭ്യാസം അത് വേണ്ടെന്നല്ല. ഭൗതികമായ വിദ്യാഭ്യാസം മക്കളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം ആത്മീയത കൂടെ കൊടുക്കണം. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ.
ഭൗതികമായ വിദ്യാഭ്യാസം കൊള്ളാം. എന്നാൽ ആ വിദ്യ നല്ലതുപോലെ നുകർന്നുകൊണ്ട് വരുമ്പോഴും ആ വിദ്യക്ക് കൂടെ നല്ല ഒരു നേട്ടം കൊടുക്കാൻ പറ്റുന്ന ഒന്ന്, അത് ആത്മീയമായ വിദ്യാഭ്യാസമാണ്. ആത്മീയമായ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലാണ് ഉമ്മമാര് നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെ തലഭാഗത്ത് നിങ്ങളുടെ പെൺമക്കൾ വന്നിരുന്നിട്ട് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കൾ അവിടെ ഇങ്ങനെ ഓതുകയാണ്. ഉമ്മ മരിച്ചു കിടക്കുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ മക്കൾ ഇങ്ങനെ ഖൽബീൻ ഇങ്ങനെ ഓതുകയാണ്, അല്ലാഹുവേ എന്റെ ഉമ്മ ഇന്ന് മരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഈ ഓതുന്ന ഖുർആനിന്റെ എല്ലാ സന്തോഷങ്ങളും എന്റെ ഉമ്മാന്റെ കബറിടത്തിലേക്ക് കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പൊന്നുമക്കൾ നിറഞ്ഞ മനസ്സോടെ ഖുർആൻ ഓതുമ്പോ അവിടെയല്ലേ പെങ്ങളെ നമ്മൾ വിജയിക്കുന്നത്. അതേ സമയത്തുമ്മ നിങ്ങൾ മരിച്ചു കിടക്കാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കള്, ആ പ്രിയപ്പെട്ട പുന്നാര മക്കള് നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയോ? നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, ആ മക്കള് പെങ്ങളെ നിങ്ങൾ ഇങ്ങനെ ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ച മക്കള്, അവർ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയോ? എന്റെ ഉമ്മയാണെന്ന് ഇതൊന്നും വലിയൊരു പാടുള്ള കേസല്ല. ഇതൊന്നും വലിയ ഒരു പാടുള്ള ഒരു കേസല്ല. മക്കൾക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയോ? ഇല്ല. പെൺമക്കൾ, ഉമ്മ മരിച്ചു. ഇന്ന് ഓരോ പെൺമക്കളും വീട്ടിൽ ഒരു പെണ്ണ് മരിച്ചാൽ, ഒരു ഉമ്മ മരിച്ചാൽ അവര് തിരക്കും, ഇവിടെ ആരാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതെന്ന്, ഇവിടെ ആരാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതെന്ന്. നമ്മുടെ മദ്രസയിലെ കായിദയിൽ ഇന്നതുപോലൊക്കെ ഉണ്ട്. 1, 2, 3, 4 ഇങ്ങനെ എണ്ണി പറയും. അത് വീട്ടിലുള്ള ഉമ്മമാരൊന്നും ചെയ്യിപ്പിച്ചു നോക്കണം, അല്ലേ? ഈ ഉമ്മയും പഠിക്കണം. ഒരു വീട്ടിന്റെ ഉള്ളിൽ ഒരാൾ മരിച്ചാൽ ആ വീട്ടിൽ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരു പെണ്ണുണ്ടാകണം. വീട്ടിൽ ഒരാൾ മരിച്ചാൽ ആ വീട്ടിൽ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരാൾ ഉണ്ടാകണം. ആണാണെങ്കിൽ ആണുണ്ടാകണം, പെണ്ണാണെങ്കിൽ പെണ്ണുണ്ടാകണം, അല്ലേ? സ്വന്തം മക്കളാണെങ്കിൽ അവര് മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഖൽബീന്ന് വരും, പടച്ചോനെ ഞാൻ എന്റെ ഉമ്മയാണ് കുളിപ്പിക്കുന്നത്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ, എന്റെ ഉമ്മക്കു നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ്. ആ പ്രിയപ്പെട്ട മക്കളെ നല്ലതുപോലെ മദ്രസ, ആത്മീയമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭൗതിക വിദ്യാഭ്യാസം വേണ്ടാന്നല്ല. ഭൗതികമായ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആത്മീയ വിദ്യ കൂടെ കൊടുത്താൽ മക്കളെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പഠിപ്പിച്ച് വലുതാക്കിയ മക്കൾ ഡോക്ടറായി, എഞ്ചിനീയറായി, എല്ലാമായി. അവസാനം ഞാൻ ചോദിക്കട്ടെ, ഈ ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിച്ച ഈ കുട്ടി നിങ്ങളുടെ ഖബറിന്റെ ചാര വന്നൊരു ഫാത്തിഹ ഓതാൻ അറിയോ? ഒന്ന് മയ്യത്ത് നിസ്കരിക്കാൻ അറിയോ? എത്ര ഡോക്ടർമാരുണ്ട്, എത്ര എഞ്ചിനീയർമാരുണ്ട്, ഉമ്മയുടെ ബാപ്പയുടെ മയ്യത്ത് പോലും നിസ്കരിക്കാൻ അറിയാത്ത. പക്ഷെ ഈ ഉമ്മയും ബാപ്പയും പഠിപ്പിച്ച മക്കളാണ്. ഈ മക്കൾക്കറിയില്ല സ്വന്തം ഉമ്മയുടെ മയ്യത്ത് നിസ്കരിക്കാൻ, സ്വന്തം ബാപ്പയുടെ മയ്യത്ത് നിസ്കരിക്കാൻ, ബാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ, ബാപ്പന്റെ മയ്യത്തൊന്ന് പൊതിയാൻ ഇന്നത്തെ മക്കൾക്കറിയില്ല. അതിനാണ് മദ്രസയെ പഠിപ്പിക്കണമെന്ന് പറയുന്നത്. ഒരു പെണ്ണിനെ എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കാനുള്ളത്, ഇല്ലേ? ഒരു പെണ്ണ് പ്രസവത്തിന്റെ സമയത്ത് മരണപ്പെട്ടു പോയി. ആ പെണ്ണിനെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടുന്നത്? ഓരോന്നും അറിയേണ്ടുന്ന ബാധ്യത ഓരോ ആളുകൾക്കുമുണ്ട്. അതാണ് മഹാനായ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ അങ്ങ് അള്ളാഹുവിന്റെ ദീനങ്ങ് പഠിപ്പിച്ചാൽ അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളെ നിങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് കൂടെ അത് പഠിക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ചവരാണ്.
അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, ഓരോ വിഷയങ്ങളും നമ്മൾ പഠിക്കാനായി പറയുന്നത് വളരെ വളരെ കുറച്ചാണെങ്കിലും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ നമ്മൾ മിണ്ടാൻ പാടുള്ളൂ. അല്ലാത്ത വിഷയം പറയുമ്പോൾ അല്ലാത്ത നമ്മൾ സംസാരിക്കുക. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരും നല്ല മനസ്സും നല്ല നീയത്തും കൊടുത്ത് നമ്മൾ കേൾക്കുകയും നമ്മൾ പഠിക്കുകയും ചെയ്താൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിന് മാറ്റം തരും. അതുകൊണ്ട് മക്കളൊക്കെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഉമ്മമാരെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയാൻ, സ്കൂൾ തുറന്നാൽ ചില ഉമ്മമാര് പറയും, ഇനിയിപ്പോ സ്കൂൾ തുറക്കാൻ പോവാ എനിക്ക് എങ്ങോട്ടും വരാൻ പറ്റൂല, പിന്നെ ബന്ധുക്കളുടെ വീട്ടിലൊന്നും എനിക്ക് വരാൻ പറ്റൂല, അതുകൊണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുമ്പിട്ടൊന്ന് വന്നിട്ട് പോവാ. അപ്പോഴും മദ്രസ തുറന്നില്ല, അത് പ്രശ്നമൊന്നുമില്ല, സ്വാഭാവിക ഒരു പറച്ചിലാണ്. സ്കൂള് തുറക്കാറായി, ലീവൊന്നുമില്ല, ഇനി എങ്ങോട്ടും പോകാൻ പറ്റൂല, അപ്പൊ പിന്നെ മദ്രസ പറഞ്ഞില്ലേ, അത് വിഷയമില്ല. നമ്മുടെ ഉസ്താദ് നമ്മൾ പറഞ്ഞ കേൾക്കും. ഉസ്താദിന് വേണ്ടിയല്ലേ പഠിപ്പിക്കുക, ഉസ്താദിനല്ലേ പഠിപ്പിക്കുക, അല്ലേ? കാലഘട്ടം അങ്ങനായി പോയി. അതുകൊണ്ട് നല്ല നീയത്തോട് കൂടിയിട്ട് മക്കളെ പഠിപ്പിക്കാൻ ഒരുങ്ങുക. അതുകൊണ്ട് മദ്രസയിലേക്ക് പറഞ്ഞു വിടുമ്പോ 5 കാര്യങ്ങൾ, സ്കൂളിൽ വിടുമ്പോഴും 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം, മക്കളെ കുളിപ്പിക്കണം. ആദ്യം തന്നെ, ആദ്യം മദ്രസയിലായാലും സ്കൂളിലായാലും മക്കളെ വിടുമ്പോ ഒന്നാമത്തത് മക്കളെ കുളിപ്പിക്കലാണ്. കുളിപ്പിച്ചിട്ട് ഉമ്മ തന്നെ ഒരുക്കലാണ്. കുരുന്നു മക്കളെ, ആ മക്കളെ ഒരുക്കണം. ഒന്നാമത്തെ കാര്യം കുളിപ്പിക്കുക. രണ്ടാമത്തത് മക്കളെ ഉമ്മ ഒരുക്കുക. മൂന്നാമത്തതോ ആ മക്കളെ പറഞ്ഞു വിടുമ്പോ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്നുള്ള പരിശുദ്ധമായ പവിത്രമാക്കപ്പെട്ട സന്തോഷം നിറയുന്ന ദിക്റ് ചൊല്ലുക, റബ്ബിന്റെ കാവലുണ്ടാകാൻ. പിന്നീടോ ആ മക്കൾ തിരിച്ചു മദ്രസയിലായാലും സ്കൂളിലായാലും എല്ലാ ദിവസവുമല്ല, ആദ്യത്തെ ദിവസം വന്നു കയറിയാൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു ആയത്തുൽ കുർസി 4 എണ്ണമായി. അഞ്ചാമത്തതോ അൽഹാകുമുത് തകാസുറു ഹത്താ സുറുത്തുമുൽ മഖാബിർ എന്നുള്ള സൂറത്ത് ഓതിയിട്ട് ഒരു ക്ലാസ്സിലോ ഒരു പാത്രത്തിലോ വെള്ളം മന്ത്രിച്ചിട്ട് മക്കൾക്കൊന്ന് കൊടുക്കുക. ഈ 5 കാര്യം ഒരു ഉമ്മച്ചയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ 5 കാര്യം നിങ്ങൾ ചെയ്യുക. അപ്പൊ ചോദിക്കും, ഉസ്താദെ 9, 10 വയസ്സുള്ള മക്കളെ ഇപ്പൊ നമ്മളിപ്പോ എങ്ങനെ അപ്പൊ കുളിപ്പിക്കുക ഒരുക്കുക? വേണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട. ബാക്കിയുള്ള 3 കാര്യം ചെയ്യുക. ഹസ്ബുനല്ലാഹ് ചൊല്ലുക, ആയത്തുൽ കുർസി ഓതുക, അൽഹാകുമുത് തകാസുർ ഓതിയിട്ട് ആ മക്കൾക്ക് വെള്ളം കൊടുക്കുക. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. പടച്ചവനെ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടെ എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. സന്തോഷവും സമാധാനവും നിറച്ചു കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുത്ത് പ്രയാസപ്പെടുത്തല്ല പടച്ചവനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെല്ലാം സങ്കടങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ അവരുടെയൊക്കെ ഖൽബിന്റെ ആഗ്രഹങ്ങളെ നീ എളുപ്പമാക്കണേ അല്ലാ. സങ്കടത്തിലും ദുഃഖത്തിലും ആഴ്ത്തല്ലേ റബ്ബേ, വേവലാതിയിലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്, സങ്കടത്തിൽ കഴിയുന്നവരുണ്ട്, ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്. കരുണക്കടലായ അല്ലാ, എല്ലാവരുടെ സങ്കടങ്ങളെയും വേദനകളെയും നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ കൊടുത്തിട്ട് പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ, സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ. ആര് എന്തെല്ലാം നീയത്തുകൾ കൽബിൽ വെച്ചുകൊണ്ടിരിക്കുന്നോ അതെല്ലാം നീ ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, ഞങ്ങളുടെ പൊന്നുമക്കളെയെല്ലാം നീ കാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മജ്‌ലിസിൽ കടന്നിരിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ല അല്ലാഹ്. അവർക്ക് സങ്കടങ്ങൾ കൊടുത്ത്, വേദനകൾ കൊടുത്ത്, ദുഃഖങ്ങൾ കൊടുത്ത്, പ്രയാസത്തിന്റെ, കണ്ണീരിന്റെ, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ വഴിയിൽ ഒരാളെയും നീ വിടല്ലേ അല്ലാഹ്. ഈ മജ്‌ലിസ് മുടങ്ങാതെ കാണുന്നവരുണ്ട് പടച്ചോനെ. അവരുടെയൊക്കെ മക്കളിൽ, സഹോദരങ്ങളിൽ, പ്രിയപ്പെട്ടവരിൽ എല്ലാവരിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. കൊണ്ടിരിക്കുന്ന പലരുടെയും മക്കൾ പഠിക്കുന്നവരാണ്. അവരുടെ മക്കളെയെല്ലാം നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.